ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മഹാഭാരതം ഭീഷ്മപർവം അധ്യായം 5. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഏകശ്ലോകഭാരതം. ആദോ പാണ്ഡവദാർത്ഥരാഷ്ട്രജനനം ലാക്ഷാഗൃഹേദാഹനം ദ്യോതം ശ്രീഹരണം വനേ വിഹരണം മത്സ്യാലേവർത്തനം ലീലാംഗോ ഗ്രഹണം രണേ വിഹരണം സന്ധിക്രിയാരംഭണം പശ്ചാത് ഭീഷ്മസുയോധനാദിനിധനം ഏതൻ മഹാഭാരതം. അധ്യായം 5. യുദ്ധത്തിൻ്റെ തുടക്കം. യുദ്ധം ആരംഭിക്കാറായപ്പോൾ ദുര്യോധനൻ ദുശ്ശാസനെ വിളിച്ചു പറഞ്ഞു, ദുശ്ശാസന, നമ്മുടെ വിജയം മുഴുവൻ ഭീഷ്മരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭീഷ്മരുടെ രക്ഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കാലമായി നാം ആഗ്രഹിച്ചു കൊണ്ടിരുന്ന യുദ്ധമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ പാണ്ഡവരെയെല്ലാം നശിപ്പിച്ച് നമുക്ക് രാജ്യം നിഷ്കണ്ടകമാക്കാം. അതിന് ഭീഷ്മരുടെ രക്ഷയാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് ശിഖണ്ഡി അടുത്തു വരാതെ നോക്കണം. താൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ലെന്നും അവനെ കൊല്ലുകയില്ലെന്നും ഭീഷ്മർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷ്മരെ 4 ഭാഗത്തു നിന്നും സംരക്ഷിക്കുന്നതോടുകൂടി ശിഖണ്ഡിയെ വധിക്കുവാനും കൂടി ശ്രമിക്കണം. കുറുക്കൻ സിംഹത്തെ കൊല്ലുന്നത് പോലെ ശിഖണ്ഡി വന്ന് ഭീഷ്മരെ കൊല്ലുവാൻ ഇടവരുത്തിക്കൂടാ. അർജുനൻ്റെ സംരക്ഷണയിലാണ് ശിഖണ്ഡി നിൽക്കുന്നത്. അർജുനെയും ശിഖണ്ഡിയെയും ഒന്നിച്ച് വധിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഏതായാലും ഭീഷ്മരെ രക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്യേഷ്ഠൻ്റെ വാക്കുകളെല്ലാം ദുശ്ശാസനൻ ശ്രദ്ധയോടെ കേട്ട് അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് സൈന്യങ്ങളെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. ലോകം മുഴുവൻ നടുങ്ങുമാറ് അത്യുച്ചത്തിലുള്ള ശബ്ദം 2 ഭാഗത്തു നിന്നും പുറപ്പെട്ടു. സൈന്യങ്ങളുടെ അട്ടഹാസങ്ങൾ, ശംഖനാദങ്ങൾ, കുതിരകളുടെ ഹേഷാരവങ്ങൾ, ആനകളുടെ ചിഹ്നം വിളികൾ എല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുമാറുള്ള മഹാശബ്ദം എങ്ങും വ്യാപിച്ചു. 11 അക്ഷോഹിണീ സൈന്യം ഒരു ഭാഗത്ത് വലിയ സന്നാഹങ്ങളോടുകൂടി നിൽക്കുന്നു. മറുഭാഗത്ത് പാണ്ഡവന്മാരുടെ 7 അക്ഷോഹിണീ സൈന്യം ലോകം മുഴുവൻ മുടിക്കുവാനുള്ള ശക്തിയോടുകൂടി ആർത്തു വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. 2 മഹാസമുദ്രങ്ങൾ പോലെ അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന ആ സൈന്യങ്ങൾ അത്ഭുതപൂർവമായ ഒരു കാഴ്ചയായിരുന്നു. ഭീഷ്മരും ദ്രോണരും അങ്ങയുടെ ഭാഗത്തു നിന്നാണ് പൊരുതിയിരുന്നതെങ്കിലും വിജയം ആശംസിച്ചിരുന്നത് പാണ്ഡവന്മാർക്കായിരുന്നു. ഭീഷ്മർ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, രാജാക്കന്മാരെ, സ്വർഗരാജ്യം നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നു. അതിലേ പോയി ഇന്ദ്രബ്രഹ്മസാലോക്യം പൂകുവിൻ. ഇദം വക്ഷത്രിയാദ്വാരം സ്വർഗായാപാവൃതം മഹത് ഗച്ഛധ്വം തേന ചക്രസ്യ ബ്രഹ്മണഃ സഹ ലോകതാം യേഷ ശാശ്വതപന്ഥ പൂർവേ പൂർവതരേ കൃതഃ സംഭാവയധ്വമാൽപാനം അവ്യഗ്രമനസോ യുധി. ഭീഷ്മപർവം 17-ാം അധ്യായത്തിലുള്ളതാണ്. നിങ്ങൾക്ക് പണ്ടുള്ളവർ നിശ്ചയിച്ച ശാശ്വത മാർഗമാണിത്. യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കുക. രോഗം പിടിച്ച് വീട്ടിൽ കിടന്ന് മരിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് അധർമ്മമാണ്. ഭീഷ്മരുടെ വാക്ക് കേട്ട് എല്ലാവരും ഉത്സാഹത്തോടുകൂടി തേരിലേറി യുദ്ധത്തിനൊരുങ്ങി. കർണൻ മാത്രം ശസ്ത്രം വെച്ച് പിന്മാറി നിന്നു. ഭീഷ്മരും താലധ്വജമുള്ള തേരിൽ കയറി യുദ്ധക്കളത്തിലെത്തി. മഹാരഥന്മാരായ വില്ലാളി വീരന്മാർ ഭീഷ്മരുടെ ഓരോ ഭാഗത്ത് വന്ന് നിലയുറപ്പിച്ചു. ആന, കുതിര, തേർ, കാലാൾ സൈന്യങ്ങൾ എല്ലാം യഥാസ്ഥാനം വന്ന് അണിനിരന്നു. ഓം തത്സത്. ഹരി ഓം.